മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആയിഷ ബീവിയുടെ ഒരു സംഭവം കൂടെ പറയട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അന്ന് നോമ്പ് നോറ്റിരിക്കുന്നു. നോമ്പ് നോറ്റ് മഹാനവറുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. മഹാനവറുകൾ ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കി. നോമ്പ് മുറിക്കേണ്ട നേരം, മഗ്രിബായ നേരം, വെള്ളം കുടിച്ചു, കാരക്ക കഴിച്ചു, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ചോദിച്ചു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എന്താണ് പറ്റിയത്? മഹാനവറുടെ മറുപടി ഇതാണ്: മുസ്അബ് റളിയല്ലാഹു അൻഹു ദാരുണമായി കൊല ചെയ്യപ്പെട്ട സ്വഹാബിയാണ്. വഹുവ ഖൈറും മിന്നി, എന്നെക്കാൾ ഖൈറായവർ. ഇതുപോലെ ഒരു ഭക്ഷണം മുസ്അബ് എന്നവർക്ക് കിട്ടിയിട്ടുണ്ടോ? മുസ്അബ് എന്നവർ വഫാത്തായപ്പോ കഫൻ ചെയ്യാൻ കൊണ്ടുവന്ന വസ്ത്രം, ശരീരം മുഴുവനും മറക്കേണ്ട വസ്ത്രം, പക്ഷേ കാല് മറച്ചാൽ തല പുറത്ത്, തല മറച്ചാൽ കാലിന്റെ ഭാഗം പുറത്ത്. മുസ്അബിന് കിട്ടാത്ത ഭക്ഷണം എനിക്ക് വേണോ? ഹബീബായ നബിയുടെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ മുസാഫ ഹംസ റളിയല്ലാഹു അൻഹു, ഖൈറും മിന്നി, എന്നെക്കാൾ ഖൈറായവരല്ലേ ഹംസ റളിയല്ലാഹു അൻഹു. ഉഹുദിൽ ദാരുണമായി വഫാത്തായി പോയില്ലേ? എന്തെങ്കിലും ഹംസ എന്നവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വഹാബിമാരെ ഓരോരുത്തരെ ഓർക്കുകയാണ്. അബൂദർ റളിയല്ലാഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന മുതലാളിയായിരുന്ന സ്വഹാബി, സമ്പത്ത് ഉണ്ടാക്കി വെക്കുന്ന തെറ്റാണെന്നല്ല പറയുന്നത്. ആ സമ്പത്ത് ഒന്നുപോലും ഹൃദയത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല. അല്ലാഹുമ്മ ജഅലി ദുനിയാ ഫീ ഐദീനാ വലാ തജഅൽഹാ ഫീ ഖുലൂബിനാ എന്ന് നമ്മുടെ മുൻഗാമികൾ ദുആ ചെയ്യാൻ പറഞ്ഞു. പടച്ചവനെ, പൈസ വേണം, പക്ഷേ കയ്യിൽ മതി, ഖൽബിലേക്ക് തരല്ലേ, ഹൃദയത്തിലേക്ക് തരല്ലേ റബ്ബേ. സ്നേഹം നിന്നോടാണ്, നിന്റെ റസൂലിനോടാണ്, സമ്പത്തിനോട് തരല്ലേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇരുന്ന ഇരുത്തത്തിൽ മഹാനായ മുസ്അബ് എന്നവരെ ഓർക്കുന്നു, ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നു, ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നു. ഏതൊരു സഹാബിയുടെ മനോഹരമായ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം കേട്ടുകൊണ്ടാണോ ആകാശ ലോകത്ത് നിന്ന് വിളക്കുകളുമായി മാലാഖമാർ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി വന്നത്, ആ സുഹാബി ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. ഏതൊരു സഹാബിയാണോ ഉഹദിന്റെ മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം കിട്ടിയത്, സ്വർഗം ഞാൻ വാസനിക്കുന്നു എന്ന് പറഞ്ഞ സഅദ് ഇബ്നു, മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു തആല അൻഹു, ഹബീബിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അവരൊന്നും അനുഭവിക്കാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിശപ്പുള്ള ആ ദിവസം നോമ്പ് മുറിക്കുന്ന നേരത്ത് ഭക്ഷണം കഴിക്കാതെ കണ്ണുകൾ നനഞ്ഞെഴുന്നേറ്റു പോന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ, തന്റെ മുൻഗാമികൾ ഇതൊന്നും അനുഭവിച്ചില്ലല്ലോ എന്ന ഒരു തേങ്ങൽ, തന്റെ കൂട്ടുകാരോടുള്ള സ്നേഹം, ഹബീബിന്റെ കാലഘട്ടത്തോടുള്ള സ്നേഹം, ഹബീബിന്റെ കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നത് നമുക്കും അത് കൂലിയാണ്. ഹബീബിനെ ഓർക്കുന്ന ഈ കാലത്ത്, ഹബീബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന റബീഉൽ അവ്വൽ പോലെയുള്ള വളരെ മഹിതമായ സമയത്ത് ആ ജീവിതത്തിന്റെ ലാളിത്യം നമുക്കൊന്ന് ഓർത്തെടുക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്ന് ഭക്ഷണം കഴിക്കാൻ തന്റെ സഹോദരി പുത്രന്റെ വീട്ടിലേക്ക്, ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്ന് ഉർവ എന്നവർ ആയിഷ ബീവിക്ക് ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ഒരു പാത്രം മാറ്റിയിട്ട് അടുത്ത പാത്രം. ആയിഷ ബീവി ചുമരിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, ചുമരിലേക്ക് നോക്കിയിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല. 60 വയസ്സായപ്പോഴാണ് ആയിഷ ബീവി ലോകത്തോട് വിട പറയുന്നത് റളിയല്ലാഹു അൻഹ. ഭക്ഷണങ്ങൾ ഇട്ടുകൊടുത്തിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പോലും ഭക്ഷണത്തളികയിലേക്ക് നോക്കാതെ ചുമരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉർവ റളിയല്ലാഹു അൻഹു, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മാ ഖദറത്തി അലൈനാ യാ ഉമ്മാ, ഉമ്മാ നിങ്ങൾക്ക് ഞങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടാണോ ഭക്ഷണം കഴിക്കാത്തത്? നിങ്ങൾക്ക് ഞങ്ങളോട് വിഷമമുണ്ടോ ഉമ്മ? നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കാത്തത്? ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം എന്തേ നിങ്ങൾ കഴിക്കാത്തത്? കണ്ണുകൾ നനഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉമ്മയുടെ, ആയിഷ ബീവിയുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ട്. ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലദീ ബഅസഹു ബിൽ ഹഖ്, ഹബീബായ നബിയെ സൃഷ്ടിച്ചവനായ, ഹബീബായ നബിയെ ലോകത്തേക്ക് പറഞ്ഞയച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരരിപ്പ പോലും കണ്ടിട്ടില്ലല്ലോ.
ما رأى المناخل من حين بعثه الله حتى قبل. നബി വഫാത്താകുന്നവരെ ഒരു അരിപ്പ പോലും നബി കണ്ടിട്ടില്ലല്ലോ. അരിച്ചെടുത്ത ഭക്ഷണം നബി തങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. وما شبع من خبز شعير يومين متتابعين حتى قبل. 2 ദിവസം തുടർച്ചയായി ബാർലി കൊണ്ടുണ്ടാക്കുന്ന റൊട്ടി പോലും എന്റെ ഹബീബ് കഴിച്ചിട്ടില്ലായിരുന്നുവല്ലോ. വലഖദ് കാന യർബിതുൽ ഹജറ അലാ ബത്നി. ഹബീബിന്റെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടുമായിരുന്നുവല്ലോ. വിശപ്പ് സഹിച്ചുകൊണ്ട് ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ ഹബീബിന്റെ തൊലിയിൽ, മിനുമിനുത്ത തൊലിയിൽ മണ്ണ് വന്നില്ലേ, കല്ലുകൊണ്ട് വെച്ച് കെട്ടിയില്ലേ. ആ മിനുമിനുത്ത മേനയിൽ ഹബീബിന്റെ ശരീരത്തിൽ കല്ലിന്റെ അടയാളങ്ങൾ പതിഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരുടെ കണ്ണുകളും നനഞ്ഞുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ കൂടെ ജീവിച്ച കഥ പറയുകയാണ്. കൂടെ നിന്ന മുഴുവൻ ആളുകളും കരഞ്ഞു. റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അന്നാരും ആ ഭക്ഷണം പിന്നെ തൊട്ടില്ല എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നമ്മുടെ ഉമ്മ ഓർത്തുപോയതാണ്. നമ്മുടെ ഹബീബ് ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ഹബീബായ നബി ഇത്രത്തോളം പ്രയാസപ്പെട്ടല്ലോ. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവ തഹ്തൽ ഹിജാറതി കശ്ഹം മുതറഫൽ അദമി. ഇമാമുന ബൂസീരി റഹ്മഹുല്ലാഹ് പരിശുദ്ധമായ ബുർദയിൽ ആ സംഭവം പറയുന്നുണ്ടല്ലോ. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവ തഹ്തൽ ഹിജാറതി കശ്ഹം മുതറഫൽ അദമി. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മനോഹരമായ മിനുമിനുത്ത ശരീരമുള്ള നബിയെ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പരിശുദ്ധമായ ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ അങ്ങ് 2 കല്ല് വെച്ച് കെട്ടിയിരുന്നുവല്ലോ വയറ്റത്ത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഭക്ഷണം വേണമെന്ന് അങ്ങ് പറഞ്ഞാൽ അങ്ങേക്ക് വേണ്ടി കൊണ്ടുതരാൻ ആളുകളുണ്ടായിരിക്കെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ത്യാഗത്തിന്റെ, സഹനത്തിന്റെ ഏറ്റവും വലിയ പാഠം ഈ ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി നബിയെ അങ്ങ് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയല്ലോ എന്ന് മഹാനായ ഇമാമുന ബൂസീരി റഹ്മഹുല്ലാഹ് ബുർദയിൽ പറഞ്ഞ അനുഭവം ആയിഷ റളിയല്ലാഹു അൻഹ തീന്മേശയിൽ നിന്ന് ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ച് വിവരിച്ചപ്പോഴാണ് കൂടി നിന്ന മുഴുവൻ ആളുകളുടെയും അസ്മാ ബീവി എന്ന ജ്യേഷ്ഠത്തി എവിടെയുണ്ട്, ഉർവ റളിയല്ലാഹു അൻഹു ഉണ്ട്, മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉണ്ട്, എല്ലാവരുടെയും കണ്ണ് നനഞ്ഞുപോയി. അവരെന്ന് ഭക്ഷണം കഴിച്ചില്ല എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് മുഅ്മിനേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിഅമത്തുകൾ ഉണ്ടായ ഒരു കാലമുണ്ടായിട്ടുണ്ടോ? ഇതുപോലെ അനുഗ്രഹങ്ങളുണ്ടായ കാലമുണ്ടായിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഞാൻ പേടിക്കുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് അനുഗ്രഹങ്ങൾ അല്ലാഹു തുറന്നു തരുമോ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون. കഷ്ടപ്പാടും പ്രയാസങ്ങളും നാം നൽകുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ വിഷമിപ്പിക്കാനുമല്ല. പിന്നെ എന്തിനാണ്? ലഅല്ലഹും യതദറഊൻ. വളരെ വിനയാന്വിതരായി അല്ലാഹുവിനെ സ്മരിക്കാനാണ്, സ്രഷ്ടാവിനെ ഓർക്കാനാണ്, സ്രഷ്ടാവിന്റെ മുമ്പിൽ നന്ദി ചെയ്യാനാണ്. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷേ നമ്മൾ നന്ദി ചെയ്യാൻ മറന്നുപോകും. കഷ്ടപ്പാടുകൾ വന്നപ്പോൾ എന്തേ അവർ എന്നിലേക്ക് വിനയത്തോടെ തിരിച്ചു വരാതിരുന്നത്? അവർ ചെയ്യുന്ന സർവമാന തിന്മകളും ശരി തന്നെയാണെന്ന് പിശാച് അവരോട് പറയുകയും ചെയ്തു.
ഞാൻ ഏതൊരു വിഷയം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ അവർക്ക് വേണ്ടി ഞാൻ പ്രയാസങ്ങൾ കൊടുത്തത്, പരീക്ഷണങ്ങൾ കൊടുത്തത്, അതവർ ഓർക്കാതെ വന്നപ്പോൾ അല്ലാഹു എന്ത് ചെയ്തു? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാത്തിന്റെയും വാതിലുകൾ ഞാൻ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അല്ലാഹു പറയുന്നു, പൈസയാണെങ്കിൽ പൈസ, എവിടെയെല്ലാം തിന്മ വേണമോ അതിന്റെ സാഹചര്യം, യാത്ര ചെയ്യാനുള്ള സൗകര്യം, അവർക്ക് എവിടെ പോകാനുമുള്ള സ്വാതന്ത്ര്യം, എന്തും പ്രവർത്തിക്കാനുള്ള അവസരം, സർവമാന തിന്മകളുടെയും വാതിലുകൾ ഞാൻ അവർക്ക് തുറന്നു കൊടുത്തു. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, ഞാൻ നൽകിയ ആ പരീക്ഷണം അത് അപകടമാണ് എന്ന് മനസ്സിലാക്കാതെ മദ്യപാനവും വ്യഭിചാരവും കൊണ്ട് ഇതാരും അറിയില്ലെന്ന് വിചാരിച്ച് തിന്മയിൽ അവര് മതിമറന്ന് ജീവിക്കുന്ന സമയം അഖദ്നാഹും ബഗ്തതൻ, വളരെ പെട്ടെന്നാണ് ഞാൻ അവരെ മരിപ്പിച്ചു കൊണ്ടുപോകുന്നത്. വളരെ പെട്ടെന്നാണ് ഒരു അറ്റാക്കിലൂടെ, ഒരു പെട്ടെന്നുള്ള മരണം, ഒരു കാർ ആക്സിഡന്റ്, വളരെ പെട്ടെന്നാണ് ഞാൻ അവരെ കൊണ്ടുപോകുന്നത്. ഫഇദാഹും മുബ്ലിസൂൻ, ചില സമുദായങ്ങളെ വളരെ പെട്ടെന്നാണ് അല്ലാഹു ഒന്നിച്ചു നശിപ്പിക്കുന്നത്. ഭൂകമ്പങ്ങളിലൂടെ, ഭൂചലനങ്ങളിലൂടെ, അട്ടഹാസങ്ങളിലൂടെ, പ്രപഞ്ചത്തിലെ മറ്റത്ഭുതങ്ങളിലൂടെ വളരെ പെട്ടെന്ന് ഞാൻ അവരെ പിടികൂടുന്നു. എന്തുകൊണ്ട്? അനുഗ്രഹങ്ങളുടെ വാതിലുകൾ എന്നല്ല അല്ലാഹു പറഞ്ഞത്, എല്ലാത്തിന്റെയും വാതിലുകൾ നമുക്കെന്നതല്ലേ അല്ലാഹു തുറന്നു വെച്ചത്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഉണ്ടായൊരു കാലം, ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടായൊരു കാലം, നമ്മുടെ നിസ്സാരമായ മൊബൈൽ ഫോണുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ, ഇതുപോലെയുള്ള ഒരു കാലം നമ്മുടെ മുമ്പുണ്ടായിട്ടുണ്ടോ? മുമ്പ് സമുദായങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇത് ഖൈറാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഖൈറിന് വേണ്ടി ഉപയോഗിച്ചാൽ നന്ന്, അല്ലെങ്കിൽ ഇത് പരീക്ഷണമാണ്. ഇതിലൂടെ അല്ലാഹു ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമ്പത്ത് കൊണ്ട് നിങ്ങൾ മതിമറന്ന് ജീവിക്കല്ലേ, അതൊരു നന്മയായിരുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടുമായിരുന്നു. സമ്പത്ത് നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഏറ്റവും കിട്ടേണ്ടത് ആർക്കാണ്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷ്മതയോടുകൂടെ ആർഭാടങ്ങളിൽ, ധൂർത്തുകളിൽ, നമ്മുടെ സമ്പത്ത് അനാവശ്യ വിഷയങ്ങളിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഒരു പിൽസ് പോലും കൊടുക്കുന്നത് നാളെ ഹിസാബിനെ വർദ്ധിപ്പിക്കുമെന്ന് തിരിച്ചറിയുക. നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ വഴിക്ക് കൊടുക്കിൻ.